കേരള സർവകലാശാലയിൽ ഗവർണർ പങ്കെടുക്കുന്ന അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് ഇപ്പോൾ RSSന്റെ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കേരള സർവകലാശാല സെനറ്റ് ഹാളിലാണ് പരിപാടി നടക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ പരിപാടി അവിടെ ആരംഭിച്ചിട്ടില്ല. ഈ ചിത്രം നീക്കം ചെയ്യാതെ പരിപാടി ആരംഭിക്കുവാൻ സാധിക്കില്ല എന്നാണ് രജിസ്ട്രാർ സംഘാടക സമിതിയെ അറിയിച്ചിരിക്കുന്നത്. സുലേഖ ശശികുമാർ ഉണ്ട് ഒരിക്കൽ കൂടി വിശദാംശങ്ങളുമായി. സുലേഖ, ഇപ്പോൾ നിലവിൽ സംഘർഷം തുടരുന്ന ഒരു സാഹചര്യമാണ്. പുറത്ത് SFI ഈ ഒരു വിഷയം ഉയർത്തി പ്രതിഷേധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഗവർണർ രാജ്ഭവനിൽ നിന്നും പുതിയ തീരുമാനങ്ങളോ നിർദ്ദേശങ്ങളോ വല്ലതും ലഭിച്ചിട്ടുണ്ടോ? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂരി, നിലവിൽ 5:30 നടക്കേണ്ട ഒരു പരിപാടിയാണ് പത്മനാഭ സേവാ സമിതി എന്ന് പറയുന്ന സേവാ സമിതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടി നടക്കേണ്ടത് 5:30 പക്ഷേ ഇതുവരെയും ഈ പരിപാടി നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് കൂടിയുണ്ട്. ഇപ്പോഴും ഈ ചിത്രവും ഈ സ്റ്റേജിലുണ്ട്. പക്ഷേ പരിപാടി നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. രജിസ്ട്രാർ ഇപ്പോഴും സ്റ്റേജിന് മുകളിലാണുള്ളത്. പക്ഷേ ഈ ഹാളിലേക്ക് ആളുകൾ കൂടുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ ആളുകൾ നിരന്തരം ഈ ഹാളിലേക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ രീതിയിൽ തന്നെ ആളുകൾ ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നതിനുള്ള ആളുകൾ കൂടുന്നുണ്ട്. ഇത്തരത്തിൽ ഇതുവരെയും ഈ ചിത്രം എടുത്തു മാറ്റാൻ സുലേഖ, നമ്മളും ദൃശ്യങ്ങൾ കാണുകയാണ്. ഇപ്പോൾ അവിടെ ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇത് സർവകലാശാലയുടെ ഔദ്യോഗിക സംവിധാനത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന നിയമാവലിക്കകത്ത് നിന്നേ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയുടെ ചട്ടങ്ങളും നിയമങ്ങളും അതിൻ്റെ രീതികളുമുണ്ട്. ആ രീതികൾക്കനുസരിച്ചാണ് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ചട്ടങ്ങളുടെയും നിയമങ്ങൾക്കും ലംഘനം വരുമ്പോൾ നമുക്കതിൽ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സംഘാടകരോട് അതിനുള്ള പോരായ്മകൾ പറഞ്ഞിട്ടുണ്ട്. അത് മാറ്റിയാൽ അതിനുള്ള പരിഹാരം ഉടൻ തന്നെ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നതിന് സർവകലാശാലയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇത് പരിപാടി ബുക്ക് ചെയ്ത സമയത്ത് സർവകലാശാലയുടെ ചട്ടങ്ങളും നിയമങ്ങളും അനുശാസിക്കുന്ന അണ്ടർടേക്കിംഗ് തന്നെങ്കിൽ മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കത്ത് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ എഗ്രിമെൻ്റ് അവർ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ആ ഒപ്പിട്ട് തന്നതിൻ്റെ ലംഘനമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. സർവകലാശാല ഇതിനൊരു നിയമാവലി, സെനറ്റ് ഹാൾ അനുവദിക്കുന്നതിന് ഒരു നിയമാവലി കൊടുത്തിട്ടുണ്ട്. ആ നിയമാവലി അംഗീകരിച്ച് നൽകിയ നിയമാവലി അനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സംഘാടകർ ഇവിടെ ഒരു പടം വെച്ചിട്ടുണ്ട്. ആ പടം ഇതിനകത്ത് നമ്മുടെ ഒരു നിയമപരമായോ മതപരമായോ രാഷ്ട്രീയമായോ മറ്റാചാരങ്ങളോ ചിഹ്നങ്ങളോ ഒന്നും തന്നെ ഈ സെനറ്റ് ഹാള് കൊടുക്കുമ്പോൾ പാടില്ല എന്നുള്ളതാണ് നമ്മൾ നിഷ്കർഷിക്കുന്ന. എനിക്കറിയില്ല, അവരോട് പറഞ്ഞിട്ടുണ്ട്. അതില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതറിയില്ല, അവരോട് പറഞ്ഞിട്ടുണ്ട്. സർവകലാശാലയുടെ നിയമം അനുശാസിക്കുന്നില്ല. നിയമം അനുശാസിക്കാത്ത ഒരു കാര്യവുമായി എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട്. അല്ല, നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ല, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മതപരമായ ചിഹ്നങ്ങളോ ആചാരങ്ങളോ അതിൻ്റെ മാതൃകകളോ നിയമാവലി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ശരി, ആയിക്കോട്ടെ. ശരി സുലേഖ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഇത്തരത്തിൽ ഇങ്ങനൊരു പരിപാടിക്കായി ഈ സെനറ്റ് ഹാൾ കൊടുക്കുമ്പോൾ നിയമാവലി അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള മതപരമായ രാഷ്ട്രീയപരമായ ഒരു ചിഹ്നങ്ങളും അവിടെ പ്രദർശിപ്പിക്കുവാൻ പാടില്ല എന്ന് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പേ അവരോട് ബോധ്യപ്പെടുത്തിയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് പരിപാടി ഈ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം സംഘാടക സമിതിയെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ മറ്റു വിശദാംശങ്ങൾ? രജിസ്ട്രാറിന്റെ ഏറ്റവും പുതിയമായി അദ്ദേഹം നൽകിയ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പരിപാടിക്കായി ഈ സെനറ്റ് ഹാൾ അനുവദിച്ച സമയത്ത് തന്നെ യൂണിവേഴ്സിറ്റിയുടെ നിയമാവലി മുൻനിർത്തി ഇത്തരത്തിൽ മതപരമായ രാഷ്ട്രീയപരമായ യാതൊരു ചിഹ്നങ്ങളും ഈ ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവിടെ നടക്കുന്ന ഒരു പരിപാടിയിലും പ്രദർശിപ്പിക്കുവാൻ പാടില്ല എന്നുള്ള വിവരം അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു, സംഘാടക സമിതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ രജിസ്ട്രാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതിന് നിയമവിരുദ്ധമായ ഘടകവിരുദ്ധമായി ഇവിടെ പ്രവർത്തിച്ചതുകൊണ്ടാണ് പരിപാടി അവിടെ ആരംഭിക്കുവാൻ സാധിക്കില്ല. ഈ രീതിയിൽ ഇങ്ങനൊരു ചിത്രം പ്രദർശിപ്പിച്ചു
പരിഗണിച്ചുകൊണ്ട് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിവരം സംഘാടക സമിതിയെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നും എന്താണ് ഒരു മറുപടി ലഭിച്ചത് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം നൽകുവാൻ രജിസ്ട്രാർ തയ്യാറായിട്ടില്ല.